PCOD പേഷ്യൻസും ഇത് പീരീഡ്സിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലേ എന്ന് വിചാരിച്ച് ഇഗ്നോർ ചെയ്ത് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ട്രീറ്റ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ PCODയിൽ ഒരുപാട് പേർക്ക് അറിയാം ഓവുലേഷനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഗുഡ് ക്വാളിറ്റി എഗ് റിലീസ് ചെയ്യുന്നുണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ പ്രഗ്നന്റ് ആവാൻ ബുദ്ധിമുട്ടുകൾ വന്ന് ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം PCODയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. ഇത് കാരണം നിങ്ങൾക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം PCODയിലുള്ള ഹോർമോണൽ ഇംബാലൻസസ് കാരണം നിങ്ങൾക്ക് ആൻസൈറ്റി വരാം, ഡിപ്രഷൻ വരാം, മൂഡ് സ്വിങ്സ് വരാം, വേറെ ഒരുപാട് മെന്റൽ ഇഷ്യൂസ് വരാം. നെക്സ്റ്റ് നിങ്ങളുടെ വെയിറ്റ് അൺകൺട്രോൾഡ് ആയിട്ട് കൂടാനും പിന്നീട് അത് ഒബേസിറ്റിയിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഇത് മാത്രമൊന്നല്ല കോംപ്ലിക്കേഷൻസ്, ഇത് കാരണം കൊളസ്ട്രോൾ ലെവൽസ് കൂടാനും ഹാർട്ടിന്റെ അസുഖങ്ങൾ കൂടാനും വരെ ചാൻസ്. അപ്പൊ നിങ്ങൾക്ക് PCOD ഉണ്ടെങ്കിൽ അതിന് സിംറ്റംസിനെ ഇഗ്നോർ ചെയ്യാതെ കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ വേണ്ട ചേഞ്ചസ് വരുത്തി തുടങ്ങുക. അപ്പം ഡയറ്റിൽ ശ്രദ്ധിക്കണം, എക്സസൈസുകൾ ചെയ്യണം, സ്ട്രെസ് മാനേജ് ചെയ്യണം, മറ്റു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വേണം. അതിന്റെ കൂടെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും എടുക്കണം. ഹോമിയോപ്പതിയിലും PCODക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്.